DQ മലയാളത്തിലേക്ക് വലിയൊരു തിരിച്ചുവരവ് സെറ്റാക്കിട്ടോ. ഇപ്പം 2023 വർഷം എടുത്ത് നോക്കിയാൽ DQ നായകനായിട്ട് ഒരു സിനിമയാണ് തിയേറ്ററിലെത്തിയത്, കിങ് ഓഫ് കൊത്ത. 2024 എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സിനിമയാണ് DQവിൻ്റെ തിയേറ്ററിലെത്തിയത്, ലക്കി ഭാസ്കർ. അങ്ങനെ വർഷത്തിൽ ഒരു സിനിമകൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ DQവിൻ്റെ കരിയർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ 2025 അദ്ദേഹത്തിൻ്റെ 4ഓളം സിനിമകൾ തിയേറ്ററിൽ എത്തുമെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം കാന്ത എന്ന് പറയുന്ന തമിഴ് മൂവി ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ റാണ ദഗുപതിയൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം 95% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. DQവിൻ്റെ പോർഷൻസ് മൊത്തം തീർന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് ഷൂട്ടും കൂടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഫൈനലി ഏകദേശം അതും ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DQവിൻ്റെ 2 സിനിമകളാണ് ഫെബ്രുവരിയിൽ തുടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഒന്ന് തെലുങ്ക് മൂവിയാണ് ആകാശം ലോകധാര എന്ന് പറയുന്ന സിനിമ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മുടെ നഹാസ് ഹിദായത്തും DQവും ഒന്നിച്ചു വരുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുകയാണ്. ആ സിനിമയിൽ വലിയ താരങ്ങളാണുള്ളത്. നമ്മുടെ ആൻ്റണി പെപ്പെ ആ ഒരു സിനിമയിൽ വലിയ റോൾ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴിലെ ഇപ്പോൾ ഒട്ടുമിക്ക സിനിമകൾ എടുത്ത് നോക്കിയാലും അതിൽ വില്ലനായി വരുന്ന SJ സൂര്യ ആ ഒരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. പ്രിയങ്ക മോഹനാണ് ആ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത്. അതും സൗത്ത് ഇന്ത്യൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നായിക തന്നെയാണ്. പിന്നെ വിനയ് ഫോർട്ടും ഈ ഒരു സിനിമയിൽ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത്. ഫെബ്രുവരി മാസത്തിൽ DQവിൻ്റെ 2 സിനിമകളാണ് തുടങ്ങുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആകാശം ലോകധാര എന്ന് പറയുന്ന തെലുങ്ക് മൂവി. ആ ഒരു സിനിമ ഫെബ്രുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. അപ്പോൾ നഹാസ് ഹിദായത്ത് മൂവിയും ഫെബ്രുവരിയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഫെബ്രുവരി 15 അല്ലെങ്കിൽ 20 ആ ഒരു സമയത്ത് ഈ നഹാസിൻ്റെ ഈ ഒരു സിനിമയും തുടങ്ങുകയാണ്. ട്രിവാൻഡ്രത്താണ് ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ. 25 ദിവസത്തെ ഷെഡ്യൂളാണ് ട്രിവാൻഡ്രത്ത് ഈ ഒരു സിനിമക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തെലുങ്ക് മൂവിയും നഹാസ് ഹിദായത്ത് മൂവിയും 4 മാസം കൂടെ, ഏകദേശം മെയ് മാസം വരെ ഈ ഒരു 2 സിനിമകളുടെ ഷെഡ്യൂളുകൾക്കായിട്ട് തീർക്കാനാണ് ദുൽഖർ സൽമാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ നസ്രീനാണ് നായകൻ. ആ ഒരു ചിത്രത്തിൽ ദുൽഖർ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നു എന്നുള്ള റൂമേഴ്സും വന്നിട്ടുണ്ട്. 2025 4 സിനിമകളാണ് DQവിൻ്റെതായിട്ട് തിയേറ്ററിൽ എത്തുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന് എന്തായാലും കാന്ത എന്ന് പറയുന്ന തമിഴ് മൂവി ആയിരിക്കും. രണ്ടാമത്തേത് നമ്മുടെ നഹാസ് ഹിദായത്ത് മൂവി ആയിരിക്കും. മൂന്നാമത്തേത് ആ തെലുങ്ക് മൂവി ആയിരിക്കും, ആകാശം ലോകധാര. 4-മത്തേത് DQ ക്യാമിയോ റോളിലെത്തുന്ന ചിത്രം തന്നെ ആയിരിക്കും. പിന്നെ ദുൽഖർ സൽമാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൽ സൗബിൻ ഷാഹിറിൻ്റെ കൂടെ ഒരു പടമുണ്ട്, മൂപ്പര് ഡയറക്റ്റ് ചെയ്യുന്ന പടം. ആ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2025 അവസാനത്തിൽ ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അതർ ലാംഗ്വേജിലും ഒട്ടനവധി സിനിമകളാണ് DQവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ DQ ഒരു വർഷം ഒരു സിനിമ എന്നുള്ള ആ ഒരു ലെവൽ മാറ്റി ഒരു വർഷത്തിൽ ഒരു 3 സിനിമ 4 സിനിമ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ DQവിന് ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണ്, വലിയ സിനിമകളുടെ ഭാഗമാണ്, പാൻ ഇന്ത്യൻ സിനിമകളായിട്ടാണ് എല്ലാം വരുന്നത്. മലയാളത്തിൽ നിന്നും വരുന്ന സിനിമകൾ വരെ പാൻ ഇന്ത്യ റിലീസായിട്ട് വലിയ ബഡ്ജറ്റിലാണ് DQവിനെ തേടിയിട്ട് എത്തുന്നത്. അത്തരത്തിൽ നമ്മുടെ മലയാള സിനിമയും അതർ ലാംഗ്വേജിൽ പോയിട്ട് വലിയ ആഘോഷങ്ങളായി മാറട്ടെ. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ വലിയ വിജയമായി മാറി ഇപ്പോൾ അതർ ലാംഗ്വേജിലൊക്കെ. അതുപോലെ DQവിൻ്റെ സിനിമകളും വലിയ വരവേൽപ്പ് കിട്ടും അതർ ലാംഗ്വേജിൽ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം DQ ഇതിനോടകം തന്നെ നേടിയെടുത്ത ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട് അതർ ലാംഗ്വേജിൽ. അത് മലയാളത്തിൽ നിന്നും പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്ന സമയത്ത് DQവിനെ വെച്ച് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. DQവിൻ്റെ നമ്മൾ പറഞ്ഞ ഇനി വരാനിരിക്കുന്ന സിനിമകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ.